എല്ലാവർക്കും നമസ്കാരം. നിസാറാണ്, ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് എന്നാണ്. ഇന്ന് ഞാനുള്ളത് ചേർത്തലയിൽ ചന്ദ്രൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത് റോളർ ഗേറ്റ് ഓട്ടോമേഷനാണ്. ഇന്ന് തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വിശദമായി വീഡിയോയിൽ കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് റോളർ ഗേറ്റാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ആം ടൈപ്പ് ഗേറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാൻ പറ്റും. രണ്ട് സ്വിംഗ് ഗേറ്റിലാണ് സാധാരണ നമ്മൾ ആം ടൈപ്പ് ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്തത്. റൈറ്റ് സൈഡിലും ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒരേ മോട്ടർ വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ പാനൽ ബോർഡ് നമ്മൾ ഇവിടെ നിയർ ബൈ ഏരിയയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നേ ചെയ്തിരുന്നത് റോളർ ഗേറ്റാണ്. റോളർ ഗേറ്റും അതേപോലെ തന്നെ നമ്മൾ ആം ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ നമ്മൾ റോളർ ഗേറ്റ് മാറ്റി ആം ടൈപ്പ് ആക്കാറുണ്ട്. അതിനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ചില സൈറ്റുകളിൽ നമുക്ക് ഫ്ലോർ ക്ലിയറൻസ് കിട്ടാറുണ്ടാകില്ല. ചില സ്ഥലത്ത് ഇങ്ങനെ ഇതേപോലെ തന്നെ സ്ലോപ്പായിട്ട് കിടക്കും. ഇവിടെ ശരിക്കും സ്ലോപ്പായിട്ട് കിടക്കണതുകൊണ്ടാണ് നമ്മളിവിടെ ആം ടൈപ്പിലോട്ട് പോയത്. നമ്മൾ മുന്നേ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ റോളർ ചെയ്ത സൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്ലോറ് നല്ല ഫ്ലാറ്റായിട്ടുള്ള ഇതായിരുന്നു. നമുക്ക് അത് ശരിക്കും ട്രാക്ക് വെച്ച് തന്നെ അന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളന്ന് വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണും. നമുക്ക് രണ്ട് രീതിയിൽ പ്രധാനമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിന് റിമോട്ട് കൺട്രോളിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിതൊരു ആപ്പ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇതിപ്പോൾ നമ്മൾ 300 kg മോട്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 300 kg എന്ന് നമ്മൾ ഇത് ഓരോ ഗേറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഏത് മോട്ടറാണ് എത്ര kg വരുന്ന മോട്ടറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഗേറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ്. ഗേറ്റ് എത്ര kg ആണ് വന്നതെന്ന് നോക്കിയിട്ട് പെർ ലീഫ് ഇവിടെ ചെയ്തിരിക്കുന്ന 300 kg മോട്ടറാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ കാറുകളിൽ തന്നെ ഉപയോഗിക്കുന്ന ടൈപ്പ് റിമോട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഗേറ്റ് ഓട്ടോമേഷൻ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ഡിവൈസാണ് ഫോട്ടോ സെൻസർ എന്ന് പറയുന്നത്. ഫോട്ടോ സെൻസർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഗേറ്റ് തുറക്കുമ്പോഴല്ല, ശരിക്കും ഉപയോഗപ്പെടുന്ന ഡോർ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണ്. ഈ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും വാഹനങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫോട്ടോ സെൻസർ ഇതിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ വേറെ ഒരു സിസ്റ്റം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ എല്ലായിടത്തും ചെയ്യുന്നതാണ്. കൂടുതലും സ്ഥലങ്ങളിൽ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വിസിറ്റേഴ്സ് ആരെങ്കിലും ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞിട്ട് ആൾക്കാരുടെ അകത്തോട്ട് എൻട്രി കൊടുക്കണം. ആ ഒരു ഫീച്ചർ കൂടെ വേണമെന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വീഡിയോ ഡോർ ഫോൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കൂടെ ഈ നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷൻ്റെ കൂട്ടത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോളിംഗ് ബെല്ല് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ അവരുടെ ആരാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ആവശ്യമുള്ള ആളാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് എൻട്രി നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ മൊബൈൽ വഴി നമുക്ക് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് അകത്ത് ഇതിൻ്റെ ഒരു മോണിറ്റർ യൂണിറ്റ് വന്നുണ്ട്. ആ മോണിറ്ററിൽ നമുക്ക് അവരെ കണ്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് എൻട്രി കൊടുക്കാം. ഇത് ഞാൻ പുറത്തെ വീഡിയോ ഡോർ ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. വീഡിയോ ഡോർ ഫോണിൻ്റെ ഔട്ടർ യൂണിറ്റ് പരിചയപ്പെടുത്തിയായിരുന്നു. നമ്മൾ ഇൻഡോർ യൂണിറ്റാണ് വന്നത്. ഇത് 7 ഇഞ്ച് മോണിറ്ററാണ് വന്നത്. ഇതിൽ നമ്മളവിടെ കോളിംഗ് ബെല്ല് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആരാണോ ഉള്ളതെന്ന് ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് അവിടുന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കോളിംഗ് ബെല്ല് റിംഗ് ആവും. അപ്പോൾ നമുക്ക് പുറത്താരാണോ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കിത് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പുറത്തെന്തെങ്കിലും സൗണ്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് ഈ മോണിറ്ററിൽ നമുക്ക് ഇങ്ങനെ ഈ സ്വിച്ച് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം ഫിംഗർ ടച്ചാണ് ഇതിൽ വന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് വീഡിയോ ഡോർ ഫോൺ ഇൻ്റഗ്രേഷൻ ചെയ്തിരിക്കുന്ന ഗേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോടൊപ്പം തന്നെ ഞങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ്. ഗേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റവും അതേപോലെ തന്നെ ബൂം ബാരിയേഴ്സും ചെയ്യുന്നതാണ്. നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ടും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ വേറെ ഒരു പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.